OIOP 2020 V4 കേരള അതിനെ കുടപിടിക്കാൻ വേണ്ടി ജെട്ടിയൂരി കാണിക്കുന്ന കുറച്ച് ജനപക്ഷം ബെന്നിമാരും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന കമാൽ പാഷമാരും അവരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വേറെ കുറച്ച് അല്പന്മാരും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ അരാഷ്ട്രീയവാദത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളെയും രാഷ്ട്രീയ സാഹചര്യത്തിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയം നടത്തുന്ന ഒരു ടീമുകളാണ് ഇവരൊക്കെ. സമൂഹത്തിലെ കാതലായിട്ടുള്ള പ്രശ്നങ്ങളേക്ക് ഒന്നും ഇടപെടാതെ അതിനോടൊക്കെ മുഖത്തിരിഞ്ഞ് നിന്നുകൊണ്ട് സ്മൂത്തായിട്ട് പോകുന്ന ഇടങ്ങളിൽ പോലും മനഃപൂർവ്വം വിഷയങ്ങൾ സൃഷ്ടിച്ച് വലിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് തങ്ങളിലേക്ക് ഫോക്കസ് കിട്ടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് അവരോട് എല്ലായിടത്തും പറഞ്ഞ് പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെറുമൊരു സ്പോണ്ടേനിയസ് മൂവ്മെൻ്റ് ആണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ തീർത്തും തെറ്റാണ്. കൃത്യമായും ഒരു ബേസുള്ള ഒരു ഹിഡൻ അജണ്ടയുള്ള സംഘടനകളാണ് ഇവരെല്ലാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. വൺ ഇന്ത്യ വൺ പെൻഷൻ OIOP ഒരിക്കലും നടക്കാത്തൊരു ഉട്ടോപ്യൻ ആശയം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി നമ്മുടെ രാജ്യത്തെ പെൻഷൻ സിസ്റ്റത്തിനെയും ടാക്സിങ് സിസ്റ്റത്തിനെയും വരെ തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ സർക്കാരിനെതിരെ സർക്കാർ ഓഫീസർമാർക്കെതിരെ തിരിക്കുന്നതിന് ഒരു പരിധിവരെ കാരണമായിട്ടുള്ളൊരു സംഘടനയാണ് OIOP. വൺ ഇന്ത്യ എന്ന പേരിലുണ്ടെങ്കിലും പ്രവർത്തന കേരളത്തിൽ മാത്രം നടത്തി വരുന്നൊരു പ്രത്യേകതരം കൂട്ടാണ് ഇവർ. പെൻഷൻ സ്കീമിനെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ വിമുഖത കാണിക്കുന്ന ഇവർ കേരള സർക്കാരിന് പറ്റാവുന്നിടത്തെല്ലാം കേരള സർക്കാരിനെതിരെ കിംവദന്തികൾ പരത്തുവാനും കള്ളത്തരം പരത്തുവാനും കളവ് പറയാനൊക്കെ ഒരു വളരെയധികം ഉത്സാഹം കാണിക്കുന്നുണ്ട്. കർഷകരുടെ പേര് പറഞ്ഞുകൊണ്ട് കർഷകർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഒരുപാട് പോസ്റ്ററുകളും ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു വന്ന ഇവർ ഈ അടുത്ത് കർഷക സമരം നടന്നപ്പോൾ അതിനോട് പോലും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. രണ്ടാമത്തേത് 2020 ആണ്. കോർപ്പറേറ്റ് രാഷ്ട്രീയ മുഖമായിട്ട് കൊണ്ടുവന്ന് CSR ഫണ്ടിങ്ങിലൂടെ ജനങ്ങൾക്ക് സൗജന്യ സേവനങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ അടിമകളാക്കി മാറ്റി ആ ഒരു കമ്പനിയുടെ തൊഴിലാളികളാക്കി മാറ്റിക്കൊണ്ട് അതിലൂടെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്ന തങ്ങളുടെ കോർപ്പറേറ്റ് അജണ്ടകൾ ഒളിച്ചു നടത്തുന്ന തങ്ങൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾക്കെതിരെ വിഷവാതകങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കാതിരിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയം കയ്യാളിയൊരു കൂട്ടരാണ് 2020 എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ചിത്രങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത നൽകുകയാണ്. ഈ 2020യുടെ ബുദ്ധികേന്ദ്രമാണെന്ന് പുറത്തറിയുന്നൊരു വ്യക്തിയെ നാഷണൽ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡ് അംഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം. ഇന്നലെ മുളച്ചു പൊന്തിയ V4 ടീമുകളും ഇതേ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ നാമനക്കാൻ മടിയുള്ള ഭയപ്പെടുന്ന ഇവരൊക്കെ കേരള സർക്കാർ സ്മൂത്തായിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയെ ആ പദ്ധതിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും കളവ് പറഞ്ഞു വരുത്തുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ളൊരു വിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ആ ഒരു വയറ്റിലെ പാലമൊക്കെ ഓപ്പൺ ആക്കേണ്ടുന്ന ആവശ്യകത എന്തായിരുന്നു? ജെട്ടിയൂരി കാണിക്കുന്ന ജനപക്ഷം ബെന്നി നല്ല ഒന്നാന്തരം വർഗീയവാദിയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ കാര്യം പറയും. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ചെറുപ്പക്കാരുടെ മതം തെരഞ്ഞുപിടിച്ച് അവർ മുസ്ലിങ്ങളാണെന്ന് കണ്ടപ്പോൾ അവർക്കെതിരെ വർഗീയത പറഞ്ഞുകൊണ്ട് വർഗീയമായിട്ട് അവരെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് വരെ ഈ പറയുന്ന മാന്യദേഹം ചെന്നെത്തിയത് അദ്ദേഹത്തിനുള്ളിലിരിക്കുന്ന ആ മതവർഗീയവാദിയെ തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇവരുടെയൊക്കെ കൺകണ്ട ദൈവമായിട്ട് മാറിയിരിക്കുന്ന നീതിയുടെ ആൾദൈവമായിട്ട് മാറിയിരിക്കുന്ന വിരമിച്ച ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു വയ്ക്കുന്ന തേങ്ങാമുറി രാഷ്ട്രീയവും കൊണ്ടുചെന്ന് എത്തുന്നത് സംഘപരിവാർ പാളയങ്ങളിലേക്ക് തന്നെയാണ്. ചെത്തുകാരൻ്റെ മകനെന്നും തെങ്ങിൽ കയറാൻ പോകുന്നതിനൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു കൊണ്ടുവന്നത് ഈ പറയുന്ന സംഘപരിവാർ അനുകൂല ചാനലുകളും പത്രങ്ങളും തന്നെയാണ്. ഉത്തരേന്ത്യയിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും സംഘപരിവാർ പ്രവർത്തിപ്പിച്ച് വിജയകരമാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ കുതന്ത്രമാണ് അരാഷ്ട്രീയവാദത്തിലൂടെ രാഷ്ട്രീയം കൊണ്ടുവരിക എന്നുള്ളത്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ വകഞ്ഞു മാറ്റി അവിടെ രാഷ്ട്രീയവാദം സൃഷ്ടിച്ച് അതിനെയൊക്കെ സംഘപരിവാർ പാളയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ് കേരളത്തിലും അവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇത് കേരളമാണ്.